എന്ത് നീ ഓർഡർ അയക്കും? അങ്ങനെയാണെ ഹാഫ് പെരി പെരി പുണ്ണാക്കും കാടിവെള്ളം മൊയ്ത്തോ കൂടെ പറയാം. അതൊക്കെ എപ്പോ ഇറങ്ങി? അറിഞ്ഞൂടല്ലേ? ഇല്ല. എന്നാ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ KFC ഓർഡർ ചെയ്യാൻ പോകുന്നു. KFC മൊത്തം ഓയിലാണ്. ഇല്ല, അവര് വെള്ളത്തിട്ട് പൊരിച്ചിരുന്നു. നിനക്ക് നീ വല്ല ഗ്രീക്ക് സാലഡോ സ്വിറ്റ്സർലാൻഡോ ഒക്കെ പറഞ്ഞേ. രണ്ടാമത് മൊഴിഞ്ഞ ഒന്നുകൂടെ പറയടാ. സ്വിറ്റ്സർലൻഡ് അല്ല, തായ്ലൻഡ്. ഒന്ന് പോടാ, ഞാൻ വീട്ടിലെ കൊണ്ട് പറയാൻ പോകുന്നു. വീട്ടിലൂണ് പറയല്ലേ ചേടാ, ഇത് തന്നെ വീട്ടിൽ വിളിച്ചൊന്നുമല്ല പറയുന്നത്. ഓർഡർ ചെയ്താൽ മതി, അവര് കൊണ്ട് തരും. അതിനകത്തൊക്കെ ഷുഗറും കാർബും ആണ്. ഇത് ആരോട് പറയാൻ? എങ്കിൽ വല്ല എസ്റ്റവും കുടിച്ച് ഓറ്റവും വലിച്ച് അവിടെ ഇരുന്നോ? എടാ അതുകൊണ്ടല്ലടാ, ഞാൻ എന്ത് കഴിച്ചാലും കലക്കണ്. ഭാഗ്യവാൻ, ഞാൻ എന്ത് കഴിച്ചിട്ടും കലക്കുന്നില്ല. ആ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. ഇന്നലെ 2 ഗുലാബ് ജാം കഴിച്ചത്, രാവിലെ എണീച്ചപ്പോ 2 ഗുലാബ് കൊളാബ് അടിച്ചാണ് ഇരിക്കണം. ഞാൻ ഇന്നലെ വണ്ണം വെക്കാനായിട്ട് 1 പ്ലേറ്റ് മന്തി കഴിച്ചിട്ട് ചന്തി വഴി പോയതല്ലാതെ എന്റെ ദേഹത്ത് പിടിച്ചിട്ടില്ല. ഇതിലും ഭേദം എന്റെ ഗുലാബ് കൊളാബ് അടിച്ചായിരുന്നു. ഒന്നാമത് ജീവിതം കണസാ മണസാ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ശരീരം കൂടെ കണാവണ കാണിച്ചാ എങ്ങനെ? ഒരു സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല ഈ ശരീരം കാരണം. പള്ള തള്ളക്കി വിളിക്കുന്ന വല്ലതുകൊണ്ട് ഓർഡർ ചെയ്യും. എടോ, ഈ സിഗരറ്റ് വലിക്കാതെ ശരീരത്തിന് ക്യാൻസർ ഒക്കെ വരും. അയ്യോ അണ്ണ, അപ്പൊ ഈ ഫോട്ടോ ഉള്ളായിരുന്നല്ലേ? പിന്നെ നീ എന്തോ വിചാരിച്ച അയാള് കപ്പലിന്റെ വിട്ടായി തിന്നിട്ട് ചിരിച്ചപ്പോ എടുത്ത ഫോട്ടോ എന്നത്? അയ്യോ, അതറിയാതെ അവ ഇത്രയും നാളും വലിച്ചത്. ഇന്നലെ രാത്രി എപ്പോ എത്തിയണ്ണ? ഒരു 7:30 ആയടാ. എങ്ങനെ വന്നു? ഭാരത് ബന്ദില്. ഭാരത് ബന്ധല്ല, വിദ്യാഭ്യാസ ബന്ധ്. എടാ, വന്ദേ മാരണം. എന്റെ പൊന്നുമാരണങ്ങളെ, വന്ദേ ഭാരത്. അതാന്ന് എന്റെ വയറ്റിന്ന് DJ കേൾക്കുന്നു. വല്ലോ പറ. ഞാൻ പറഞ്ഞല്ലേ, ഷുഗർ പോലും ഇല്ലാത്ത എന്ത് വേണേലും ഓർഡർ ചെയ്യാൻ. എന്നാ കുറച്ച് കഞ്ഞിവെള്ളം ഓർഡർ ചെയ്ത് ഓർഡർ ആവും കൂച്ചട്ട്. ഒരു കാടിവെള്ളത്തിന്റെ കോമഡി ഇപ്പൊ ഇവിടെ കഴിഞ്ഞായിരുന്നു. ചീഞ്ഞളിഞ്ഞതാ. തൊത്തമ്മ ചിരിക്കുന്നു. സോറി അണ്ണ. അണ്ണ, ദേഹം അനങ്ങാതെ കനം കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? നിന്നേക്കായ കനം കൂടി എന്റെ അടുത്ത് പോയി നിന്ന് പറഞ്ഞ, അപ്പൊ നിന്റെ കനം കുറഞ്ഞിരിക്കും. അണ്ണന് നല്ല നീളമുണ്ടല്ലോ, പോലീസിൽ ചേർന്നൂടെ? നിനക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ, എന്ന് വെച്ച് നീ കക്കാൻ പോടാ. അണ്ണ, നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലേ നമ്മൾ മാനസികമായിട്ട് തളർന്നു വന്നു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് തളരൂല അല്ലേ? എന്തെങ്കിലും പറഞ്ഞ് തളർത്തടോ. അണ്ണാ, നിങ്ങൾ വലിച്ചു വലിച്ച് നിങ്ങളുടെ ശ്വാസം മാറി കോശം മാത്രമായിട്ട് കിടക്കുവാണ്. ഒരു കുഴപ്പവും ഇല്ല. ഇവൻ വലിച്ച് അവന്റെ ചുണ്ട് കറുത്ത് പൊട്ടി ഇപ്പൊ ചുമന്നിരിക്കണം. അത് നമുക്ക് ലിപ്ലോക്ക് അടിക്കാടാ. ലിപ് ബാം. അതടിക്കാം. നിങ്ങളിങ്ങനെ വലിച്ചും കുടിച്ചും നടന്ന ജോലി കിട്ടത്തില്ലേ? ഓ സുഖം. പെണ്ണും കിട്ടത്തില്ല. എനിക്ക് എന്റെ അണ്ണനുണ്ട്. ഇവരെ എന്തോ പറഞ്ഞു തളർത്തു. ഇവന് നല്ല മുടി ഒഴിച്ചിട്ടുണ്ടാ. ആടാ, 2 മാസം കൂടെ കഴിഞ്ഞാ നീ കഷണ്ടിയാ സിഗരറ്റ് വലിക്കുന്നതിന്റെ. അണ്ണ ആണോ? അണ്ണ ഇല്ലതാ, ഒന്നും അറിയില്ല. വിട്, നിങ്ങൾ പറഞ്ഞില്ലല്ലേ ഇത് വലിച്ച ക്യാൻസറിന്റെ കൂടെ കഷണ്ടി വരുമെന്ന്. ഓ, അപ്പൊ ക്യാൻസർ എന്ന് ചത്താ നിനക്ക് ഒരു ഗുരു ഇല്ല. കഷണ്ടി വരുന്നതിലാണ് നിനക്ക് കുഴപ്പം. നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാൻ. കണ്ട, എല്ലാത്തിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അങ്ങേർക്ക് മൂലക്കുരു കൂടെ ഉണ്ടോ എന്നൊരു സംശയം. അടുത്തത് തളർത്താം. ഓക്കെ.